ഹലോ, ഇന്ന് തൃശ്ശൂർ പൂരം സ്പെഷ്യൽ നൈറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് പോവാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ അമ്മായിയുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ അതേ ഞങ്ങൾ പൂരത്തിന് പോകാൻ നിൽക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതെൻ്റെ അമ്മായിയാണ് കേട്ടോ, എൻ്റെ അച്ഛൻ്റെ താഴെയുള്ള പെങ്ങൾ. പിന്നെ പച്ചസാരി എടുത്തത് എൻ്റെ അമ്മ, പിന്നെ ഇതെൻ്റെ അച്ഛൻ, പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ മാമനാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി അപ്പം ഇറങ്ങാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ ഫോട്ടോഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ഈ കാറിലൊക്കെ കയറി ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ തൃശ്ശൂരെത്തിയപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. അതായത് മുനിസിപ്പലിൽ ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ്. അതായത് അവിടുന്ന് പാറമേക്കാവ് ഭഗവതിയാണ് ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ അവിടേക്ക് ചുറ്റി ഒന്ന് വണങ്ങി പോകുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി അതായത് അത് പണ്ടേ തൊട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ശക്തൻ തമ്പുരാനാണല്ലോ, നമുക്ക് ആ രാജാവാണല്ലോ ഈ ഒരു തൃശ്ശൂർ പൂരം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോഴും ഒരു ആചാരം പോലെ പോവാണ്. ഇപ്പോൾ വന്ന് അതിങ്ങനെ വണങ്ങി പോകും, അതിന് ചുറ്റി ഒന്ന് പോകും എല്ലാ ആനകളും. അതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത്യാവശ്യം ബന്ധുക്കളൊക്കെ കുറച്ച് പേരൊക്കെ കണ്ടു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ പാറമേക്കാവിലേക്ക് പോകാം കേട്ടോ. പാറമേക്കാവ് എത്തിയപ്പോൾ അവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്പലം കാണാനൊക്കെ. അപ്പോൾ ആ സമയത്താണ് അവിടുന്ന് ഒരു ആന അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു അറിയോ, ആ ദീപങ്ങളുടെ ഇടയ്ക്കൂടെ കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ആനകളെ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല എന്ന് പറയണ പോലെ. അവിടെ എല്ലാവരും ഫോട്ടോസ് എടുക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. റൗണ്ടിലൊക്കെ അങ്ങനെ നടന്ന് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു അവിടെ വെറുതെ നടക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞങ്ങൾ റൗണ്ടിൽ കൂടെ നടന്ന് ഞങ്ങൾ തേക്കിൻകാടിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നിട്ടൊക്കെയാണ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൗണ്ടിൽ കയറി കേട്ടോ. റൗണ്ടിൽ കയറിയപ്പോൾ ഉള്ളത് അവിടുത്തെ പന്തൽ ഡെക്കറേഷൻ ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നീങ്ങി പിന്നെ ഞങ്ങൾ അടുത്ത പന്തൽ വർക്ക് കാണാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഓരോ കടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് കണ്ട് ചിരിക്കലോട് ചിരിക്കൽ തന്നെയായിരുന്നു. ആ പി കടക്കാരൻ വരെ ചിരിച്ചു തുടങ്ങിയത് പറയുക. അവരും ഇവരും ഒരുമിച്ച് വിളിക്കൽ തന്നെയായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു പി മായായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങാട്ടോ, അടുത്ത പന്തൽ കാണണമല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ നിന്ന്. അതാണ് ഗൈസ് ഞങ്ങളുടെ തൃശ്ശൂർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഞാൻ തൃശ്ശൂർക്കാരിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം കാണുന്നത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അടുത്ത പന്തൽ എന്ന് പറയുന്നത്. ഇത് നല്ല പന്തലായിരുന്നു കേട്ടോ. ഇതിന് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനിത് കുറേ നേരം ഇന്ന് കണ്ടുവരുന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും പന്തൽ ഇത്രയും എൻജോയ് ചെയ്ത് കണ്ടിട്ടേക്കുക. കാരണം ഇതിലിങ്ങനെ ഓരോ ദൈവരൂപങ്ങൾ ഇങ്ങനെ വരുന്നതായിരുന്നു. അതായത് ശിവൻ, പാർവതി, ഗുരുവായൂരപ്പൻ, ശ്രീരാമൻ, ഗണപതി, അങ്ങനെ എല്ലാ ദൈവങ്ങളും വരുന്നതായിരുന്നു കേട്ടോ. എന്തു രസമായിരുന്നു അറിയുക കാണാനൊക്കെ. ഇത് ഈ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും വലിയ പന്തൽ, ഈ ഒരു തൃശ്ശൂർ റൗണ്ടിൽ 2 പന്തൽ ഒരുക്കാന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണത്. കാരണം കണ്ട എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ.
പന്തലിൻ്റെ അവിടെ തന്നെ 2-3 ആന നിന്നിട്ടുള്ളൊരു മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ തായമ്പക കേൾക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം തായമ്പക കേൾക്കാൻ. എനിക്ക് ബാക്കിയുള്ള കുട്ടികളേക്കാളൊക്കെ എനിക്കിഷ്ടം തായമ്പക കേൾക്കാനാണ്. അതിനൊരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ അത് കേൾക്കാനൊക്കെ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം അത് കേട്ടും കണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ നല്ല രസമായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ എന്താ പറയുക, ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നമുക്ക് കണ്ണിന് നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നുണ്ടായിരുന്നു, മനസ്സിനും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. ശരിക്കും ഇന്നത്തെ ദിവസം എന്താ പറയുക, തൃശ്ശൂർ റൗണ്ട് നടു റോട്ടിൽ കൂടെ നമ്മളെല്ലാവർക്കും നടക്കാനുള്ളൊരു ചാൻസാണ് ശരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം അല്ലാത്ത ദിവസം ഫുള്ളും വണ്ടിയും ബഹളമൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും ആളുകൾ ഫുള്ള് ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നൊരു ഏരിയാസ് ആയിരിക്കും കൂടുതൽ നമ്മൾ കാണുക. അതൊരു എന്താ പറയുക, ഇന്നത്തെ ദിവസം അത് നടക്കാൻ പറ്റുള്ളൂ. ആൾ തിരക്കും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട്. അല്ലെങ്കിലും തൃശ്ശൂർ ആൾക്കാരുണ്ട്, പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഈ ഒരു വൈബിൽ എന്തായിരിക്കും നടക്കാൻ പറ്റുന്നത് ഇന്നൊരു ദിവസം തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് ഞങ്ങൾ ശക്തം വരെ നടന്നു എന്ന് പറയാം. അവിടെ നിന്ന് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു തൃശ്ശൂർ പൂരം വ്ളോഗ്. അപ്പോൾ തൃശ്ശൂർ പൂരം കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്ന് കണ്ടോളൂ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ. കാരണം ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്ര അറിയപ്പെട്ട ഒരു പൂരം നമ്മൾ കാണാതിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താണ്, അത് കാണാതെ കിട്ടണ ഒരു അവസരം എപ്പോഴും നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഒരു തൃശ്ശൂർക്കാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം തൃശ്ശൂർക്കാരിയായിട്ട് പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ ഇപ്രാവശ്യം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി.